ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ചെയ്യുന്നത് ഒരു ദിയ സ്റ്റാൻഡാണ് വിത്ത് പിസ്ത ഷെൽസ്, കാർഡ്ബോർഡ് പേപ്പർ, ഗ്ലൂ, പെയിന്റ്, എംറ്റി പെൻ. കാർഡ്ബോർഡ് പേപ്പർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുക. ദെൻ ചെറിയ സൈസിലെ 2 സെയിം സർക്കിളൂടെ കട്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് കട്ട് ചെയ്ത കാർഡ്ബോർഡിൽ നമുക്ക് പിസ്ത ഷെൽസ് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ദിയയുടെ സൈസിൽ നടുക്കൊരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല, നടുക്ക് കുറച്ച് സ്പേസ് വിട്ടിട്ട് നമുക്ക് പിസ്ത ഷെൽസ് ഒട്ടിക്കാം. ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഗ്ലൂഗൺ തന്നെ വേണമെന്നില്ല, നോർമൽ ഏതെങ്കിലും പശയാണെങ്കിലും ഓക്കെയാണ്. പല സൈസിലുള്ള പിസ്ത ഷെൽസ് ആയിരിക്കും നമ്മുടെ കയ്യിലുണ്ടാവുക അല്ലേ? സോ അത് സൈസ് വൈസ് ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് ചെറുത് ഫസ്റ്റ് ലെയർ, തൊട്ട് വലുത് നെക്സ്റ്റ് ലെയറിന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. ഞാനിപ്പോൾ അങ്ങനെ നോക്കിയിട്ടില്ല, ജസ്റ്റ് റാൻഡംലി വെച്ചേക്കാണ്. എന്നാലും ഫൈനൽ ലുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ്. കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി, ഇൻട്രസ്റ്റ്, പേഷ്യൻസ് ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റും ഇങ്ങനെ ചെറിയ ചെറിയ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ. സോ പിസ്ത ഷെൽസ് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ്. 4 ലെയർ ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ലെയേഴ്സ് കൊടുക്കാം. ഞാൻ ഇനി ഇത് കളർ ചെയ്യുന്നുണ്ട്. ഫാബ്രിക് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. സ്പ്രേ പെയിന്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതാവുമ്പോൾ കുറച്ചുകൂടെ പെർഫെക്ഷൻ ഉണ്ടാവും, പെട്ടെന്ന് പെയിന്റിങ് കഴിയും. സ്പ്രേ പെയിന്റ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഫേസും നോസും കവർ ചെയ്തിട്ട് വേണം സ്പ്രേ പെയിന്റ് ചെയ്യാനായിട്ട്. റെഡ് കളർ യൂസ് ചെയ്തിട്ടാണ് ഫുൾ ഫില്ല് ചെയ്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. പെയിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാക്ക് സൈഡും എഡ്ജൊക്കെ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യാം. സോ ഇതാണ് പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക്. ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് എഡ്ജസിൽ ഗോൾഡൻ കളർ കൊടുക്കുന്നുണ്ട്. കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ഹൈലൈറ്റ് ചെയ്യാതെ തന്നെ നല്ല ഭംഗിയുണ്ടാവും. സോ ഇതാണ് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക്. ഇഷ്ടമായോ? ഹൈലൈറ്റ് ചെയ്തതാണോ അതിന് മുന്നേ ഉള്ളതാണോ ഇഷ്ടമായത്? ഒന്ന് കമന്റ് ചെയ്യണേ. ഇനി ഇതിനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാം. സ്റ്റാൻഡ് ഇല്ലാതെ ഇങ്ങനെയാണെങ്കിലും യൂസ് ചെയ്യാം. ഇതിലൊരു ദിയ ഓർ കാൻഡിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റാൻഡ് ഉണ്ടാക്കാനായി ഫസ്റ്റ് ഒരു എംറ്റി പെൻ എടുക്കുക. നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചെറിയ കാർഡ്ബോർഡ് പീസിനും പെന്നിനും ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്. സ്പ്രേ പെയിന്റ് യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്തിട്ടുള്ളത്. നോർമൽ ഫാബ്രിക് പെയിന്റ് ആണെങ്കിലും യൂസ് ചെയ്യാം. ചെറിയ കാർഡ്ബോർഡ് പീസിന്റെ സെന്ററായിട്ട് പെൻ ഒട്ടിച്ചു കൊടുക്കാം. അടുത്ത കാർഡ്ബോർഡ് പീസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കട്ടി കുറഞ്ഞ പേപ്പർ എടുത്തേക്കുന്നെങ്കിൽ അത് നിർബന്ധമായിട്ട് ചെയ്യണം. ദെൻ സ്റ്റാൻഡ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അല്ലേ? എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? ഇഷ്ടമായോ? നമ്മളുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്രാഫ്റ്റ് അല്ലേ? കാർഡ്ബോർഡ് പേപ്പർ ഇല്ലെങ്കിൽ ഡ്രസ്സിന്റെയോ ഷൂവിന്റെയോ ബോക്സ് യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്തൊക്കെ കമന്റ്സ് കിട്ടിയെന്നും കൂടെ കമന്റ് ചെയ്തോളൂ.